പ്രിയമുള്ളവരെ നമസ്കാരം. ദീപു പ്രദീപ് എഴുതി വിപിൻ ദാസ് സംവിധാനം ചെയ്ത പുതിയ മലയാള സിനിമയാണ് ഗുരുവായൂർ അമ്പലനട. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റും സംയുക്തമായാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ, യോഗി ബാബു, ഇർഷാദ്, ജഗദീഷ്, രേഖ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഗുരുവായൂർ അമ്പലയിൽ വെച്ച് നടക്കുന്ന ഒരു കല്യാണവും ആ കല്യാണത്തിലേക്ക് എത്തപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളും ചേർന്നതാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ ബേസിൽ ജോസഫും പൃഥ്വിരാജും അളിയന്മാരാണ്. ഈ അളിയന്മാരെന്ന് പറയുമ്പോൾ അളിയന്മാരായിട്ടില്ല. പൃഥ്വിരാജിൻ്റെ പെങ്ങൾ അനശ്വര രാജനെയാണ് ബേസിൽ ജോസഫ് വിവാഹം കഴിക്കുന്നത്. അവരുടെ കല്യാണം ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് താമസിയാതെ നടക്കുന്നതാണ്. വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് നടന്നിരുന്ന ബേസിൽ ജോസഫിനെ വിവാഹത്തിലേക്ക് എത്തിക്കുന്നത് പൃഥ്വിരാജുമായിട്ടുള്ള സഹവാസമാണ്, ആ സൗഹൃദമാണ്. പൃഥ്വിരാജിന്റെ പെങ്ങളെ തന്നെ, ബേസിൽ ജോസഫിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ബേസിൽ ജോസഫ് തൻ്റെ പെങ്ങളായ അനശ്വര രാജൻ, അതായത് ആ കഥാപാത്രത്തെ തന്നെ ബേസിലിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും, ബേസിൽ ജോസഫ് ഗൾഫിലാണ്. അപ്പോൾ വീട്ടുകാരായിട്ട് ബേസിൽ ജോസഫും ഈ അനശ്വരയുടെ വീട്ടുകാർ, അതായത് പൃഥ്വിരാജ് അടക്കമുള്ള വീട്ടുകാരായിട്ട് അത്ര വലിയ അറ്റാച്ച്മെന്റിലേക്ക് എത്തുകയും, അങ്ങനെ കല്യാണത്തിന് മുമ്പ് ബേസിൽ ജോസഫ് ഗൾഫിൽ നിന്ന് വരികയും ചെയ്യുകയാണ്. ഇന്റർവെല്ലിന് മുമ്പ് കഥയുടെ ഒരു രസച്ചെടുണ്ട്. ആ രസച്ചെടിന് തീ കൊടുക്കുന്നത് അത് ഇവർ തമ്മിലൊരു കോമൺ അറ്റാച്ച്മെന്റ് ഉണ്ട്, ഈ പൃഥ്വിരാജും ബേസിൽ ജോസഫും തമ്മിൽ. അത് ഇന്റർവെല്ലിന് മുമ്പ് അത് പൊളിയും. അതായത് ഞങ്ങൾക്കത് മനസ്സിലായി കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ പൃഥ്വിരാജ് ബേസിൽ ജോസഫും പിരിയുകയാണ്. പിന്നെ ശത്രുതയാണ്, സിനിമ തീരുന്നവരെ ശത്രുതയാണ്. പിന്നെ ഈ കല്യാണം ഒരിക്കലും എന്താണ് ആ സംഭവം എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. അതൊരു സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ. പിന്നെ സിനിമ തീരുന്നവരെ ഇവർ ശത്രുതയാണ്. ഇത് കല്യാണം എങ്ങനെയെങ്കിലും മുടക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന പൃഥ്വിരാജും ഈ കല്യാണം നടത്തും എന്ന് വാശിയിലൂടെ നടക്കുന്ന ബേസിലുമാണ് പിന്നെ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളുണ്ട്. മുഴുനീള കോമഡിയിലൂടെ പൃഥ്വിരാജൊക്കെ ഇതൊരു മനോഹരമായിട്ട് കോമഡി ചെയ്തേക്കണമെന്ന് അറിയുമോ. ബേസിലിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. പൃഥ്വിരാജ് വളരെ രസകരമായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ സീനും നമുക്ക് ചിരിക്കാനുള്ളൂ പൃഥ്വിരാജിൻ്റെ. അത് ആത്മകഥ മറച്ചിലും അല്ലെങ്കിൽ ബേസിലായിട്ടുള്ള സീനുകളും എല്ലാം. ജഗദീഷും വളരെ നന്നായിട്ടുണ്ട്. ബേസിൽ ജോസഫിൻ്റെ അച്ഛനും അമ്മയൊക്കെ അഭിനയിക്കുന്നവർ നന്നായിട്ടുണ്ട്. അതിൽ ഒരാൾ നമ്മുടെ നാത്താമ്പോയി കേസ് കൊടുക്കലെ ആ ജഡ്ജിയാണ്. മൂപ്പര പേരെനിക്ക് ഓർമ്മയില്ല. മൂപ്പരാണ് ബേസിൽ. ആളും വളരെ രസമായിട്ടുണ്ട്. പിന്നെ യോഗി ബാബു വരുന്നുണ്ട് ഈ സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട്. കുറച്ച് 3-5 സീനിലുണ്ടെങ്കിലും ഉണ്ട്. എന്നാൽ വളരെ രസകരമായിട്ട് യോഗി ബാബു തൻ്റെ സ്ഥിര ശൈലി തന്നെ ആ സിനിമയിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്നത് കുടുംബസമേതം എല്ലാവർക്കും കാണാൻ കൊള്ളാവുന്ന വളരെ രസകരമായ ഒരു അനുഭവമാണ് ഈ സിനിമ. അവസാന സീനിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗോഡ് ഫാദറിലെ ഒരു സീൻ അല്ലെങ്കിൽ ആ അവസാനത്തെ സിറ്റുവേഷൻ ഉണ്ട്. ഗോഡ് ഫാദർ താലി കെട്ടുന്ന സമയത്ത് താലിമാല തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന അത്തരമൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതിൻ്റെ ഉള്ളിലൊരു ഫൈറ്റും അത് വലിച്ചെറിയലും കാര്യങ്ങളും. ആ മാല അവസാനം മുകേഷിൻ്റെ കയ്യിൽ കെട്ടും, മുകേഷ് താലി കെട്ടുന്ന ഒരു സീൻ. അതേപോലെ തന്നെ ഇതിനകത്തും ബേസിലിൻ്റെ താലിമാല അവിടെ ഒരു ഫൈറ്റിനിടയിൽ അങ്ങോട്ട് തെറിച്ചു പോയി ഇങ്ങോട്ട് തെറിച്ചു പോയി. അത് ഭയങ്കരമായിട്ട് അവസാനം അത് എലിക്യാമിൻ്റെ മുകളിൽ കുടുങ്ങുകയാണ്. ആ സാധനം ബേസിലിൻ്റെ അടുത്തോട്ട് എത്തുകയും ബേസിൽ ആ എലിക്യാമ് നിന്നും ആ താലിമാല എടുത്തിട്ട് അനശ്വര വിവാഹം കഴിക്കുന്നതുമാണ് അവസാന സീൻ. ആ സമയം എത്തുമ്പോഴത്തേക്കും നമ്മുടെ പൃഥ്വിരാജ് ബേസിലിനൊപ്പമായി കൂടുന്ന 3 സിറ്റുവേഷൻസ് വേറെയുണ്ട്. അതെല്ലാം നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. നിഖില വിമൽ വളരെ രസകരമായിട്ടുണ്ട്. അനശ്വര രാജനും നന്നായിട്ടുണ്ട്. എല്ലാവർക്കും അവരുടേതായ വേഷങ്ങളുണ്ട്. എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ളതുണ്ട്. ഒരു ബേസിൽ ജോസഫിനെയോ അല്ലെങ്കിൽ ഒരു പൃഥ്വിരാജിനോ മാത്രം വെച്ചുകൊണ്ടല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് ചെയ്യാനുള്ളതുണ്ട്. ഇതിനിടയിൽ മറ്റൊരു സംഭവം, നന്ദനം എന്ന സിനിമയിൽ ഈ പൃഥ്വിരാജും നായികയും കൂടെ അഭിനയിക്കുമ്പോൾ ലാസ്റ്റ് സീനിൽ ഒരു വിവാഹ സീനിൽ അവിടെ കൃഷ്ണൻ വന്നു പോകുന്നൊരു സീനുണ്ട്. അതേ കൃഷ്ണൻ ഈ സിനിമയിലും വരുന്നുണ്ട്. അതേ കൃഷ്ണൻ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ആ കൃഷ്ണൻ പഴയതിനേക്കാളും കുറച്ച് തടിച്ചിട്ടുണ്ട്. പുള്ളി വന്നിട്ട് ഇങ്ങനെ
അതിൽ എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് പോകുന്നൊരു സംഭവം. അപ്പോൾ പൃഥ്വിരാജ് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ മൂപ്പരെ ഞാൻ എവിടെയും കൊണ്ട് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. സെയിം ആൾ തന്നെയാണ്. എന്തായാലും എല്ലാം ചിരിയുടെ ഒരുപാട്, പിന്നെ അങ്ങേറ്റം വരെ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ചിരിപ്പിക്കാനായിട്ടുള്ള വളരെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഒരു മുഴുനീള കോമഡി ചിത്രമാണ്. അപ്പോൾ എല്ലാവരും കുടുംബസമയം തന്നെ തിയേറ്ററിൽ പോയി കാണണം. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.